പാതിവില തട്ടിപ്പ് കേസിൽ നടപടികൾ വേഗത്തിലാക്കി ക്രൈംബ്രാഞ്ച്. പ്രതി അനന്തു കൃഷ്ണനെതിരെ ബഡ്സ് ആക്ട് ചുമത്താനും വസ്തുവകകൾ കണ്ടുകെട്ടാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. അതേസമയം അനന്തുവിന്റെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാക്കിയ ശേഷമാകും സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം നീങ്ങുക. പാതിവില തട്ടിപ്പ് കേസിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന നടപടികളാണ് ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലേതടക്കം പ്രധാനപ്പെട്ട 11 കേസുകൾ തുടക്കത്തിൽ പരിശോധിക്കും. കഴിഞ്ഞ 2 വർഷത്തിനിടെ അനന്തു ബന്ധുക്കളുടെയും ബിനാമികളുടെയും പേരിൽ വാങ്ങിയ വസ്തുവകകൾ കണ്ടുകെട്ടാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിന്റെ ഡയറക്ടർ, പ്രൊമോട്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ ഉള്ളവരുടെ വസ്തുവകകളും ആസ്തിയും കണ്ടുകെട്ടുന്നതിന് അധികാരമുള്ള ബഡ്സ് ആക്ട് ചുമത്തിയാകും അനന്തുവിനെതിരായ നടപടി എടുക്കുക. NGO ഭാരവാഹികളെ സാക്ഷികളാക്കാനും ക്രൈംബ്രാഞ്ചിന് നീക്കമുണ്ട്. അതേസമയം അനന്തു കൃഷ്ണന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ക്രൈംബ്രാഞ്ച് വിശദമായി പരിശോധിക്കും. അനന്തുവിന്റെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാക്കിയ ശേഷമാകും സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാറിലേക്ക് നീങ്ങുക. അനന്തുവിനെ കസ്റ്റഡിയിൽ കിട്ടുന്നതിനായി വൈകാതെ അപേക്ഷ നൽകുമെന്നും ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ശ്രീകാന്ത്, 24, കൊച്ചി.